തദ്ദേശത്തിലെ ഇടത് തോൽവിക്ക് പിന്നാലെ തനിക്കെതിരെ ഉയർന്ന വർഗീയ ധ്രുവീകരണ ആരോപണങ്ങൾ തള്ളി വെള്ളാപ്പള്ളി നടേശൻ. താൻ മുസ്ലിം വിരുദ്ധനല്ല, മുസ്ലിം ലീഗിനെയാണ് കുറ്റപ്പെടുത്തിയത്. താൻ മതേതര ചിന്തയുള്ളവനാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അത് ഞാൻ മുസ്ലിം വിരുദ്ധ പരാമർശനം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്റെ സമുദായത്തിൽ പിണറായി എന്ത് തന്നു? അതൊക്കെ ഒരുമാതിരി കുറ്റം പറയാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ ഇനി എന്റെ സമുദായത്തിന് താറടിച്ച് കാണിക്കാനല്ല ഇവരെല്ലാം ചെയ്യണം. ഈ ലീഗുകാരെ മതേതരത്വം പറയാൻ ഇവർക്ക് വല്ല അവകാശമുണ്ടോ? തദ്ദേശ തിരഞ്ഞെടുപ്പിലെ LDF പരാജയത്തിന്റെ കാരണം താനല്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്. പിണറായിയെ LDF ഘടകകക്ഷികൾ കുറ്റപ്പെടുത്തുന്നതിൽ തനിക്ക് സങ്കടമുണ്ട്. 10 വർഷം എല്ലാ സുഖ സൗകര്യവും അനുഭവിച്ചവർ പിണറായിയെ കുറ്റപ്പെടുത്തുന്നത് നെറുകേട്. തിരുത്തിയാൽ ഇടതു മുന്നണിക്ക് തിരിച്ചു വരാം. ഭരണത്തിൽ വരാമെന്ന VD സതീശന്റെ അവകാശവാദം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ആ വാക്കുകളിലേക്ക് കൂടി. ത്രിതല പഞ്ചായത്തിലെ പാറ്റേൺ കണ്ടുകൊണ്ട് ഒരു വിധിയെഴുത്തുക സാധ്യമല്ല. പിന്നെ 10 കൊല്ലം ഭരിച്ച ഒരു ഭരണക്കാരെന്ന നിലയിൽ ഭരണത്തിനകത്തുള്ള ഒരു ഭരണവിരോധം ഒരു സ്വാഭാവികമായും ഉണ്ടാകാം. ഈ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒന്നിച്ച് മുമ്പോട്ട് പോവുകയും മുങ്ങുകയാണെങ്കിൽ ഒന്നിച്ച് പൊങ്ങുകയും പൊങ്ങുകയാണെങ്കിൽ ഒന്നിച്ച് പൊങ്ങുകയും ചെയ്യേണ്ടതിന് പകരം സ്വയം തടിതപ്പാൻ കുറ്റങ്ങളെല്ലാം പിണറായിയുടെ തലയിലേക്ക്, നല്ലതെല്ലാം മറ്റുള്ളവരുടെ, അങ്ങനെ ഘടകകക്ഷിയിൽപ്പെട്ട ആളുകൾ പോലും പിണറായിയെ തള്ളി എന്ന് പറയുമ്പോൾ ഇതൊക്കെ നെറുകെട്ട രാഷ്ട്രീയമാണ്. ഇപ്പോഴത്തെ ഈ ഭരണത്തിൻ്റെ 10 കൊല്ലം കുറെ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു. അത് ജനഹൃദയങ്ങളിൽ എത്തിക്കാനായിട്ട് ഇവിടുത്തെ പാർട്ടി അണികൾക്ക് സാധിച്ചിട്ടില്ല. പാർട്ടി അണികളിൽ ചില ആളുകൾ മസിൽ പിടുത്തം, ഭീഷണിയും ചട്ടമ്പിത്തരം കാണിച്ചും ആരെയും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ സാധിക്കില്ല, കൂട്ടത്തിൽ വരുന്നില്ല. ജനങ്ങളെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാൻ അണികൾക്ക് വേണ്ടത്ര സാധിച്ചിട്ടില്ല. ഈ വോട്ടിന്റെ കണക്ക് വെച്ചുകൊണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വാഷൗട്ട് ചെയ്തു പോകുമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്. അതിന്റെ പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹം മുഖ്യമന്ത്രിയായ കുപ്പായം തയ്ച്ചിട്ടിരിക്കുകയല്ലേ. പക്ഷെ അത് മലപ്പുറക്കാരൻ്റെ സ്വപ്നം പോലെയാണ്. അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാക്കാൻ അതിനകത്തുള്ളവർ പോലും സമ്മതിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരുപാട് ജൽപ്പനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിച്ചത് ഇത്ര അപരാധമാണോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുകയാണ്. പിണറായിയുടെ വണ്ടിൽ കയറിയത് കൊണ്ട് മതേതരത്വം നഷ്ടപ്പെട്ടോ? ഞാൻ അയിത്ത ജാതിക്കാരനായതാണോ കുഴപ്പമെന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ കാറ് എന്നേക്കാൾ വിലപിടിപ്പുള്ള കാറിൽ ഞാൻ 50 കൊല്ലമായി സഞ്ചരിക്കുന്ന ആളാണ്. ഇപ്പോഴും ഞാൻ പിണറായിയുടെ വണ്ടി കയറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ അയിത്തജാതിക്കാരനായി പോയതുകൊണ്ടാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായിയുടെ വണ്ടി എന്ന് ഞാനൊന്ന് കയറി എന്നിട്ട് ഈ രാജ്യത്ത് എന്താണ് മതേതരത്വം നഷ്ടപ്പെട്ടു പോയോ? ഇവിടെ മുസ്ലിമിന്റെ വണ്ടിക്കാരുണ്ട്, മുസ്ലിം ലീഗുകാര്. അവരുടെ വണ്ടിയിൽ അവരുടെ ആളുകളല്ലാതെ വേറെ ആരെങ്കിലും കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ? തങ്ങളുടെ വണ്ടി തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരല്ലാതെ വേറെ ആരെങ്കിലും കയറ്റുന്നുണ്ടോ? ആരും അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. ഇപ്പം ഞാൻ ആ ഒരു വണ്ടി കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് എന്നാ സുനാമി സംഭവിച്ചോ? ഇതെന്ത് വിവേചനമാണ്? ഈ വിവേചനമാണ് ഈ രാജ്യത്ത് വലിയ പ്രശ്നം. മതേതരത്വം വാന്തോരാതെ പറയുകയും മതാധിപത്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ദുഷ്ടശക്തികളാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ പറയുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. മലപ്പുറം ചുങ്കത്തറയിലെ LC അംഗം MR ജയചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണെന്ന് തോന്നുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട അവസാനം CPIM-ൽ നിന്ന് CPM നേതാക്കളിൽ നിന്നും വന്ന ഒരു പ്രതികരണം. വെള്ളാപ്പള്ളി നടേശൻ നാടുനീളെ നടന്ന് വർഗീയ പരാമർശങ്ങൾ നടത്തി. അത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി. ഈ ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ഇത്രയധികം ലംഘിച്ച മറ്റൊരു മനുഷ്യൻ ഉണ്ടാകില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞത് മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടി ഒരേ കാറിൽ സഞ്ചരിച്ചത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകി. ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടുത്തെ BJP പ്രവർത്തകരോ UDF അല്ല. ഇത് പറയുന്നത്
CPIM-ന്റെ തന്നെ അംഗങ്ങളാണ്. അവരുടെയൊക്കെയും ഫേസ്ബുക്ക് പോസ്റ്റുകളും അവരുടെയൊക്കെ തന്നെ ഈ പ്രതികരണങ്ങളും ഒക്കെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു തിരിച്ചടിക്ക് ശേഷം പല നേതാക്കളും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ തിരുത്തുന്ന രീതിയിലാണോ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ? ഈ കാര്യങ്ങളൊക്കെ CPM-ന്റെ നേതാക്കളെങ്കിലും വിശ്വാസത്തിലെടുക്കാൻ ഈ പ്രസ്താവന കൊണ്ട് വെള്ളാപ്പള്ളി നടേശന് സാധിക്കുമോ? പ്രസാദ്, അതിൽ നിന്നും തുടങ്ങാം. സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തൊരു വിമർശനം, വെള്ളാപ്പള്ളിക്കെതിരെയുടെ വിമർശനം UDF-ന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ BJP-യുടെ ഭാഗത്തു നിന്നോ മാത്രമല്ല, അത് CPM-നകത്തും LDF-നകത്തും വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വലിയ തോതിൽ മലബാറിൽ എല്ലാം തന്നെ വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ. ആ സമയത്ത് വെള്ളാപ്പള്ളി ഇത്തരം ഒരു പരാമർശം നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM-ലെയോ LDF-ലെയോ നേതാക്കളാരും തന്നെ അതിന് തിരുത്താൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതായിരുന്നു പൊതുവെ ഉയർന്ന ഒരു വിമർശനം. അതിനുവേണ്ടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ഇപ്പോൾ നമ്മളോട് അതിന്റെ പ്രതികരണം നൽകിയിട്ടുള്ളത്. 4 പ്രതികരണങ്ങളാണ് പ്രധാനമായും വെള്ളാപ്പള്ളിയുടെ ഈ സംഭാഷണത്തിനായിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഈ മുസ്ലിം വിരുദ്ധ പരാമർശമാണ് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് മുസ്ലിം വിരുദ്ധ പരാമർശമല്ല താൻ നടത്തിയിട്ടുള്ളത്, ഞാനൊരു മതേതരവാദിയാണ്, അത്തരം പരാമർശമല്ല നടത്തിയത്, മുസ്ലിം ലീഗിനെതിരെയാണ് പരാമർശം നടത്തിയിട്ടുള്ളത്, മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, അതിലെന്താണ് തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊന്ന്, ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് തനിക്ക് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതിനേക്കാൾ വില കൂടിയ വാഹനത്തിലാണ് താൻ സഞ്ചരിക്കാറുള്ളത്, അതിൽ വർഷങ്ങളായി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന്റെ വാഹനത്തിലോ ഇത്തരം ആളുകളെ അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കയറ്റിക്കൊണ്ടുപോകാറുണ്ടോ എന്നുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ താൻ ഇപ്പോഴും വെള്ളാപ്പള്ളി ഉറച്ചു നിൽക്കുന്നത് മുസ്ലിം വിരുദ്ധ പരാമർശമല്ല, മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനമാണ് നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം നടത്തുന്ന പ്രതികരണത്തിലെ ആദ്യ ഭാഗം. രണ്ടാമത് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് LDF-ന്റെ സർക്കാരാണ് ഉള്ളത്. സ്വാഭാവികമായും അതിന് സർക്കാർ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. പക്ഷേ ഈ സർക്കാർ 10 വർഷത്തിനകം ഒരുപാട് നേട്ടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ നേട്ടങ്ങളൊന്നും തന്നെ താഴെ തട്ടിലേക്ക് പ്രചരിപ്പിക്കാൻ അവരുടെ അണികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പാർട്ടി പ്രവർത്തകരിൽ അവരുടെ മസിൽ പിടുത്തം വിടേണ്ടതുണ്ട്, ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട് എന്നുള്ളൊരു വിമർശനം കൂടി വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട്. മറ്റൊന്ന്, UDF-ന്റെ ഒരു ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് VD സതീശൻ പറഞ്ഞിരുന്നത് അദ്ദേഹം അടുത്ത തവണ എന്തായാലും UDF അധികാരത്തിൽ വരും, ആ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ വന്നില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുള്ളതാണ്. അതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്, ഒരു കാരണവശാലും UDF വരില്ല, LDF-ന് തിരിച്ചു വരാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ അദ്ദേഹം നടത്തുന്നുണ്ട്. നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ആദ്യം നടത്തിയിട്ടുള്ള പരാമർശത്തിൽ അത് മുസ്ലിം വിരുദ്ധ പരാമർശമല്ല, മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം, ഇതിപ്പോൾ നമ്മൾ ഈ സംഭാഷണത്തിൽ തന്നെ കേട്ടതാണ്, പക്ഷേ അത് എത്രത്തോളം CPM-ലെ ആളുകൾ അല്ലെങ്കിൽ LDF-ലെ ആളുകൾ ഉൾക്കൊള്ളുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളാപ്പള്ളി ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. ഇപ്പോൾ നമ്മളോടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായി തന്നെ, അദ്ദേഹം ഏറെക്കുറെ 10 മിനിറ്റോളമാണ് നമ്മളോട് സംസാരിച്ചത്, വിശദമായി തന്നെ ഈ വിഷയങ്ങളിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത്. പ്രതിപക്ഷത്തിനെതിരായ വിമർശനങ്ങൾ എങ്ങനെയാണ് ഈ പ്രസാദ്? ഇപ്പം ഈ പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കം വിമർശനം ഉന്നയിച്ചിട്ടുണ്ടല്ലോ വെള്ളാപ്പള്ളി നടേശൻ. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റേതെന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം LDF അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം അദ്ദേഹം അതിന് കാരണമായി പറയുന്നത് LDF-നെ സംബന്ധിച്ച് ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ആണ് അദ്ദേഹം പറയുന്നത്. LDF ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ ആ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രം മതി എന്നുള്ള ആ ഒരു വിമർശനവും വിശദീകരണവുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ളത്. അതിന് പക്ഷേ ചെയ്യേണ്ടത് പാർട്ടി പ്രവർത്തകർ അവരുടെ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർ അവരുടെ മസിൽ പിടുത്തം വിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നുള്ളതാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കി UDF അധികാരത്തിൽ വരുമെന്ന് കരുതേണ്ടതില്ല, അങ്ങനെ വരില്ല. അത് VD സതീശന്റെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്, ഒരു കാരണവശാലും വരില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിനൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അയിത്തജാതിക്കാരനായതുകൊണ്ടാണോ എനിക്കെതിരെ ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന്. അതായത് മറ്റൊരു ജാതിക്കാരനെ അടക്കാൻ കൂടി ഒരു നീക്കം നടത്തുന്നുണ്ടോ വെള്ളാപ്പള്ളി?
തീർച്ചയായും. കാരണം വെള്ളാപ്പള്ളി അതിനെയൊക്കെ ന്യായീകരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ പോയതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ പോയതുമായി ബന്ധപ്പെട്ടല്ല ആ വിമർശനം ഉയർന്നത്. ഈ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ വന്ന സമയത്ത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM-ലെയോ LDF-ലെയോ നേതാക്കൾ ആരും തന്നെ അതിനെ എതിർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ ഞങ്ങളുടേതല്ല എന്ന് പറയുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷവും അതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികൾ ഇത് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തോടു കൂടി തന്നെയാണ് CPM-ഉം LDF-ഉം ചേർന്ന് നിൽക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാഖ്യാനം നടത്തി. അത് പക്ഷേ അതിനെതിരെയായിരുന്നു വലിയ തോതിൽ വിമർശനം നടത്തിയത്. അപ്പോൾ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തിൽ ഒരു തരത്തിലുള്ള തള്ളിപ്പറയലും ഇല്ലാതെ വരുമ്പോൾ ആ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാഹനത്തിൽ, സാധാരണ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ അത്ര എളുപ്പത്തിൽ ഒന്നും തന്നെ ആർക്കും കയറാൻ കഴിയില്ല. നമുക്ക് മുമ്പ് ഉമ്മൻചാണ്ടിയൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരൊക്കെ വളരെ സജീവമായി തന്നെ കയറിപ്പോകുന്നത് നമുക്ക് കാണിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയുടേത് അങ്ങനെയല്ല. മുഖ്യമന്ത്രിക്ക് കൃത്യമായ ചിട്ടകളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ അത് വെള്ളാപ്പള്ളിയുമായി അദ്ദേഹത്തിന്റെ ആശയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതായിരുന്നു ഉയർന്നു വന്ന വിമർശനം. അതിനെയാണ് വിമർശിച്ചതായിരുന്നു, അല്ലാതെ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറി എന്നുള്ളതായിരുന്നില്ല. പക്ഷെ വെള്ളാപ്പള്ളി പറയുന്നത് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറിയത് താൻ ഒരു ഐത്യജാതിക്കാരനായതുകൊണ്ടാണോ ഈ ഒരു വിവേചനം ഉള്ളത്? മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ അങ്ങനെ കയറണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളല്ല. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് താൻ എന്നുള്ള വിശദീകരണം തന്നെയാണ് ഇപ്പോഴും. നമുക്ക് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നതിനു ശേഷം ഈ പാർട്ടി കഴിഞ്ഞ 2 ദിവസമായിട്ട് പാർട്ടി നേതൃയോഗങ്ങൾ നടക്കുകയായിരുന്നു. CPM-ന്റെയും CPI-യുടെ നേതൃയോഗങ്ങൾ നടത്തി. തുടക്കത്തിൽ രണ്ടുപേർക്കും വ്യത്യസ്ത അഭിപ്രായമായിരുന്നു. പക്ഷേ ഇന്നലത്തെ LDF മുന്നണി യോഗത്തിന് ശേഷം രണ്ടുപേരും ഏറെക്കുറെ ഒരേ നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. തിരിച്ചടിയുടെ കാരണങ്ങളൊക്കെ പാർട്ടി മുന്നണിയായി തന്നെ വിലയിരുത്തി വരികയാണ്. ഇതിൽ ഈ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ എന്ന് വെച്ചാൽ വോട്ട് ചോർച്ചയുണ്ടായി, വോട്ട് നഷ്ടം സംഭവിച്ചത് ക്ഷേത്ര നഗരങ്ങളിലല്ല. ഇപ്പം തിരുവനന്തപുരം, തെക്കൻ കേരളത്തിലടക്കം ക്ഷേത്ര നഗരങ്ങളിലൊന്നും വോട്ട് വലുതായി നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ വടക്കൻ കേരളങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ട്, അല്ലെങ്കിൽ വോട്ട് നഷ്ടം പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ വോട്ട് നഷ്ടമാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശവുമായി ചേർത്ത് വായിക്കാൻ നേതാക്കളെയൊക്കെയും പ്രേരിപ്പിച്ചത്. മുന്നണിയിലെ പല നേതാക്കളും പരസ്യമായി പറയുന്നുണ്ട്, പലരും ഈ അല്ലാതെ സ്വകാര്യ സംഭാഷണങ്ങൾ പറയുന്നുണ്ട്, ചിലരൊക്കെ ഫേസ്ബുക്ക് വഴിയും മറ്റും സമൂഹ മാധ്യമങ്ങളിലൂടെ അവരുടെ നിലപാടുകൾ അറിയിക്കുന്നുണ്ട്. ഇത്തരക്കാരെയൊക്കെ വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ന്യായീകരണങ്ങൾ കൊണ്ട് തണുപ്പിക്കാൻ കഴിയുമോ, ബോധ്യത്തിലെടുക്കാൻ കഴിയുമോ പ്രസാദ്? സുലക്ഷ്മി, ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം വെള്ളാപ്പള്ളിയുടെ വിമർശനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ അദ്ദേഹം ഒരു പിന്മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളോടുള്ള സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹം ഇപ്പോഴും അന്ന് ഈ പരാമർശങ്ങൾ നടത്തിയ സമയത്തും അദ്ദേഹം പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനമാണ്. അത് പിന്നീട് വലിയ തോതിൽ വിവാദമായ സമയത്താണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത്. ഞാൻ മുസ്ലിങ്ങൾക്കെതിരെയല്ല, മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനമാണ് നടത്തുന്നത്, ഒരു പാർട്ടിക്കെതിരെയുള്ള വിമർശനമാണ് എന്നുള്ളതാണ്. ആ വാദത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ വിശദീകരണം ഒരുപക്ഷെ അത്രത്തോളം ആളുകൾ ഉൾക്കൊണ്ടു വരും എന്ന് നമുക്ക് കരുതാൻ വയ്യ. പക്ഷെ ഇതിനകത്തൊരു വിശദീകരണം നൽകേണ്ടത് CPM-ഉം അതുപോലെ തന്നെ LDF-ന്റെ നേതാക്കളുമാണ്. പ്രസാദ്, ഇന്നിപ്പം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളി നടേശന്റെ വിശദീകരണമാണ് വന്നത്. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിലൊക്കെയും പരാമർശങ്ങളിലൊക്കെയും തന്റെ ഭാഗം പറയുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. നമുക്കറിയാം മലപ്പുറത്തെ കുറിച്ചൊക്കെ വർഗീയ പരാമർശം നടത്തിയതാണ് വെള്ളാപ്പള്ളി നടേശൻ. അന്ന് ആ സമയത്ത് അത് വലിയ വിവാദമായി കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും പറഞ്ഞത് കാന്തപുരം എന്ത് കുന്തമെടുത്തെറിഞ്ഞാലും തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെയും പറയും. അന്ന് വർദ്ധിത ആർജവത്തോടു കൂടി പറഞ്ഞൊരു നേതാവ് കൂടിയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ഇപ്പോൾ വിശദീകരണമൊക്കെ വരുന്നു. ഈ വിശദീകരണമൊക്കെ മുന്നണിയെങ്കിലും CPM-നെ അടക്കം ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം BJPക്ക് വേണ്ടി BDJS എന്നൊരു പാർട്ടി ഉണ്ടാക്കിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ CPM-ന് വേണ്ടി ഇടതു മുന്നണിക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അപ്പോൾ 2 വെള്ളത്തിൽ കാല് ചവിട്ടുന്ന വെള്ളാപ്പള്ളി തുടങ്ങിയ വിമർശനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ നിലനിൽക്കുന്ന ഘട്ടത്തിൽ വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് എത്ര കണ്ട് സ്വീകാര്യമാണ്, എത്ര കണ്ട് അണികളെയൊക്കെ ബോധിപ്പിക്കാൻ കഴിയും, പാർട്ടിയെ ബോധിപ്പിക്കാൻ കഴിയും എന്നുള്ളത് കൂടി നമ്മൾ ഇനി വരും മണിക്കൂറിൽ അറിയേണ്ടിയിരിക്കുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.